ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ പുതിയൊരു മീഷോ ഫൈൻഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസിലുള്ള ഒരു ഐറ്റമാണ്. എന്താണെന്ന് മനസ്സിലായത്, നമ്മുടെ കിച്ചൺ റാക്കാണ് കേട്ടോ. നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ നമുക്ക് വെസൽസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. സത്യത്തിലൊരു വെജിറ്റബിൾ റാക്ക് എന്നാണ് നമ്മളിതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 298 രൂപയാണ്. 300 സംതിങ് ആയിരുന്നു. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് 298 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചിലർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോയുടെ കമൻറ്റിൽ മാത്രമാണെന്ന്. പക്ഷേ അല്ല, എല്ലാ മീഷോ ഫൈൻസിൻ്റെ കമൻസിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 4 പേർക്കായിരിക്കും, നമ്മൾ എല്ലാ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 4 പേർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ മാസം ലാസ്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് ഓർഡർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ റാക്ക് എന്ന് പറയുന്നത്. നമ്മളിത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് ഇരിക്കുന്നുണ്ടാവുക. ഈ ബോക്സ് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റി ഊരി എടുക്കാവുന്നതാണ്. അതിനിടയ്ക്ക് ഓരോ സ്റ്റാൻഡ് പോലെ വരുന്നുണ്ട്. അതാണ് ആ ഉള്ളിൽ കാണുന്നത് കേട്ടോ. ആ ഒരു ചെറിയ ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിത് ഇതേപോലെ വീലുണ്ടായിരുന്നു. ഞാൻ ആദ്യം നോക്കിയപ്പോൾ വീല് കണ്ടില്ല, കുറച്ച് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം വീലും കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് വീല് കണ്ടത് കേട്ടോ. അപ്പോൾ 4 വീലുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ 2 റാക്കായിട്ട് വയ്ക്കാം, വേറെ 2 സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു റാക്കിന് മാത്രമേ അങ്ങനെ വെക്കുമ്പോൾ വീല് വരത്തുള്ളൂ. 4 വീല് ടോട്ടലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീല് വരുന്നത്, കണ്ടോ. നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യുന്ന വീൽസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതിൻ്റെ കളേഴ്സ് വേറെ വൈറ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. വേറെ കളറുണ്ട്, പക്ഷേ എനിക്ക് ബ്ലാക്കാണ് കുറച്ചും കൂടെ ക്ലാസി ആയിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തത് കേട്ടോ. ഈ റേറ്റ് തന്നെയാണ് മിക്ക ഷോപ്പിലും ഇതിനേക്കാളും കൂടിയിട്ടുണ്ട് കേട്ടോ, മിക്ക സെല്ലേഴ്സിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇതിൽ കുറച്ച് കുറവ് കണ്ടുകൊണ്ടും പിന്നെ റിവ്യൂ ഉള്ളായിരുന്നുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ വീല് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റാക്ക് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു വീൽസ് എല്ലാം അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹോളിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നും പറഞ്ഞത് പെട്ടെന്ന് ഊരിപ്പോരുമൊന്നുമില്ല കേട്ടോ. നല്ല സെക്യൂറായിട്ട് തന്നെ വീൽസൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീലെന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല, കാരണം ഇതിങ്ങനെ നന്നായിട്ട് സെക്യൂറായിട്ട് ഇരിക്കും. ഇനി വല്ല കളിപ്പാണോ പെട്ടെന്ന് പോരുമെന്ന് ഓർത്തു. പക്ഷേ അത് നല്ല ഫിക്സ് ചെയ്ത് തന്നെ അതിൽ വെക്കാൻ പറ്റും കേട്ടോ. ബാലൻസ് റാക്കൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മൊത്തം 4 റാക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കും. ഇതിൽ ഞാൻ വെച്ച് കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആ ഹോള് കണ്ടില്ലേ, ഹോളിനകത്തേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലും ഉണ്ട്. അങ്ങനെ 4 റാക്കും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റാക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സൈസാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇഞ്ച് വൈസ് പറയാനാണെങ്കിൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ, നമ്മളെല്ലാം ഇഞ്ചിലൊക്കെ അല്ലേ പറയുള്ളൂ. ഒരു 5 ഇഞ്ചൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയാം റാക്കിൻ്റെ. 5, 6 അത്രയൊക്കെയാണ് ഹൈറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ആ സ്റ്റാൻഡ് വെക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇച്ചിരി സ്പേസ് മുകളിലേക്കുണ്ട്. എന്തെങ്കിലും പാത്രമൊക്കെ അടുക്കി വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. കണ്ടോ, സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ ഹൈറ്റ് കൂടി. ഞാൻ ആ ഒരു റാക്കിൻ്റെ ആണ് കേട്ടോ 5-6 ഇഞ്ച് പറഞ്ഞത്. കണ്ടോ, ഇത്രയുണ്ട്. ഇതിങ്ങനെയാണ് നമ്മളതിൽ വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാത്തിലും സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാറ്റി മാറ്റി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നിൽ വീല് വെച്ചു, ബാക്കി 3 എണ്ണത്തിലും ആ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത് ഇരിക്കും കേട്ടോ. നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ വളഞ്ഞൊന്നും പോകത്തില്ല. ഞാനതിൽ സാധനങ്ങൾ വെച്ച് നോക്കിയായിരുന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിങ്ങനെ ഊരിയെടുക്കാം ഇവിടുന്ന്. ഇങ്ങനെയാണത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അറ്റാച്ച് ചെയ്യുന്ന സമയത്താണത് എല്ലാ റാക്കും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് മുകളിലത്തെ ഹോളിലേക്കും കൂടെ ഓരോന്ന് നമ്മൾ പുറമെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ, സവാളയോ തക്കാളിയോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട് മാറുന്നത് കൊണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ.
അപ്പോൾ ഇതാ വീല് വെച്ചിട്ടുണ്ട്. വീലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടില്ലേ നോക്കണം എവിടെയെങ്കിലുമൊക്കെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടോയെന്ന്. ചില റിവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാൻഡൊക്കെ ചിലത് വളഞ്ഞിരിക്കുന്നതും പൊട്ടിയതൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ ആണല്ലോ, ഈസി റിട്ടേൺ അവൈലബിൾ. അപ്പോൾ മീഷോയിലാണെങ്കിൽ അങ്ങനെ റിട്ടേൺ ചെയ്താൽ മതി. ഇനി എക്സ്ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമുക്കിനി അടുക്കി വയ്ക്കാം ഓരോന്നിന് പുറമേ ആയിട്ട്. ഇതാണ് ഏറ്റവും ചെറിയ താഴെ വരുന്നത്, അതുകൊണ്ട് വീല് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പുറമേ ആയിട്ട് അടുത്തടുത്ത് വെച്ചിട്ട് അങ്ങനെ പുറമേ എല്ലാം നമ്മൾ വെക്കുന്നത്. അതായത് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫിക്സ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാം കണ്ടോ. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയിൽ നല്ല ക്ലാസ്സിൽ ലുക്കുണ്ട്. കിച്ചണിലൊക്കെ എൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ഗ്രേ വൈറ്റ് തീമിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ബ്ലാക്ക് ഇരിക്കുമ്പോഴാണ് ഭംഗി തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഈ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ അത് ഞാൻ കമൻറ്റിൽ ചെയ്തേക്കാം കേട്ടോ, പിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ റിപ്ലൈ ആയിട്ടാണെങ്കിലും ഞാൻ തരാം. റിലേറ്റഡ് പ്രൊഡക്ട്സ് ഞാൻ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുത്തേക്കാം. പക്ഷേ ഈ ഒരു റേറ്റ് ആയിരിക്കില്ല കേട്ടോ. മീഷോയിലാണ് റേറ്റ് കുറവ്. ഫ്ലിപ്കാർട്ടിലും മിന്ത്രയൊക്കെയാണ് നമുക്ക് ടാഗ് പ്രൊഡക്ട്സ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു റേറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. പിന്നെ മീഷോയിൽ തന്നെ പല സെല്ലേഴ്സിൻ്റെ അടുത്ത് 600, 700, 800 രൂപ വരെയൊക്കെ ഈ ഒരു റാക്കിന് പോകുന്നുണ്ട്. ഈ അത്രയും റേറ്റ് വരുന്നൊരു ഐറ്റമാണ് ഞാൻ 298 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു റാക്ക് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നല്ല നല്ല കമൻറ്റുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.